ഹൈദരാബാദിലെ മെഹദിപ്പട്ടണത്തു നിന്നും രാജേന്ദ്ര നഗറിലേക്ക് റാപ്പിഡോയിൽ സഞ്ചരിക്കുകയാണ്. ഇവിടെയൊക്കെ റാപ്പിഡോ ബൈക്ക് വളരെ ചുരുങ്ങിയ പൈസയ്ക്ക് നമുക്ക് വളരെ ചെറിയ പൈസയ്ക്ക് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ രാജേന്ദ്ര നഗർ അവിടെ നിന്നാണ് നമുക്ക് ബസ്സുള്ളത്. റോയൽ റിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടിയിലാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ നമ്മുടെ നേരെ വൈറ്റില. ഇതിൽ ചാർജിങ് പോയിൻ്റ് ഒക്കെ ഉണ്ട്. ഇങ്ങോട്ട് വന്ന വണ്ടിയിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതുള്ള നല്ല റോയൽ റിച്ച് എന്ന് പറഞ്ഞാൽ നല്ല കിടിലൻ വണ്ടി. ഹൈദരാബാദ് സിറ്റിയുടെ കംപ്ലീറ്റ് ഭാഗവും ഞാൻ കറങ്ങി എന്ന് തന്നെ വേണം പറയാം. പക്ഷേ എന്നാലും നിങ്ങൾക്ക് വീഡിയോ കാണിക്കാൻ പറ്റില്ല എന്നൊരു വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഹൈദരാബാദിനെ പറ്റി ചെയ്യാനായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതൊരു സീരീസ് ആയിട്ട് തന്നെ ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത്രയധികം പറയാനുണ്ട് ഹൈദരാബാദ് സിറ്റിയെക്കുറിച്ച്. അപ്പോൾ അത് ഉറപ്പായിട്ടും ഉടനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ മനസ്സിൽ നാട് മാത്രമേ ഉള്ളൂ. നാട്ടിലേക്ക് പോവാം. നാട്ടിൽ ഉത്സവത്തിൻ്റെ ഒരു സമയമാണ്. അപ്പോൾ ഉത്സവത്തിൻ്റെ വൈബും കാര്യങ്ങളൊക്കെ ഒന്ന് പിടിക്കുക, ഒന്ന് റിലാക്സ് എടുക്കുക. ഇതൊക്കെയാണ് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വൈറ്റിലയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് ബസ് പിടിച്ച് നേരെ നമ്മുടെ നാട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഫൈനലി നമ്മുടെ വേമ്പനാട്ട് കായലിൻ്റെ കണ്ണിന് കുളിരേകുന്ന കാഴ്ച കണ്ടു. സമാധാനം. കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കിടയിൽ നിന്ന് നമ്മളങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി ഇതായിരിക്കും വൈബ്. 24 hours ഓണായിരിക്കുന്ന ഹൈദരാബാദ് സിറ്റിയുടെ ഹോണടിയും തിരക്കും ബഹളവും പൊടിയും പൊല്യൂഷനും ഒക്കെ കടന്നിട്ടതേ ഇവിടെ വരുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. ശ്രദ്ധിച്ചാൽ ഇവിടുത്തെ ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് മനസ്സിലാവും.